ഒരു ഒരു ലേഡിക്ക് ലേറ്റ് മാരേജ് ആണ് ഓപ്റ്റ് ചെയ്യുന്നത് ഡ്യൂ ടു മൾട്ടിപ്പിൾ റീസൺസ്. അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ്, ഐ മീൻ അവരുടെ ജോബ്, അങ്ങനെയുള്ള എന്തെങ്കിലും കാരണം കൊണ്ട് അവർ പോസ്റ്റ്പോൺ ചെയ്യുന്നു മാരേജ്. ആൻഡ് ഷീ നീഡ്സ് ടു ബിയർ എ ചൈൽഡ് ആഫ്റ്റർ ഹെർ 30s. അപ്പം അങ്ങനെ നേരത്തെ ഡിസിഷൻ എടുക്കുന്ന ഒരു സ്ത്രീക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ വേണ്ടത്? ആക്ച്വലി അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം ഓവം ഫ്രീസിങ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഭയങ്കര ട്രെൻഡി ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ക്യാൻസർ പോലുള്ള ഡിസീസസ് ഡയഗ്നോസ് ചെയ്യുമ്പോൾ നമുക്ക് ഏർലി ഏജിൽ ഡയഗ്നോസ് ചെയ്യുമ്പം കീമോതെറാപ്പി, റേഡിയേഷൻ ഇതൊക്കെ എടുക്കേണ്ടി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഓവം ഡീജനറേറ്റ് ചെയ്ത് പോകും, അല്ലെങ്കിൽ ഓവം നശിച്ചു പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവം ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് പ്രഗ്നൻസിക്ക് വേണ്ടി അത് യൂസ് ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ഒരു ഓവം ഫ്രീസിങ് ഒക്കെ ഡെവലപ്പ് ചെയ്തു വന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് അവർ കരിയർ അഡ്വാൻസ്മെൻറ്റിന് വേണ്ടിയിട്ട് സെലിബ്രിറ്റീസ് ആണെങ്കിലും പ്രൊഫഷണൽസ് ആണെങ്കിലും അവരുടെ കരിയറിലൊക്കെ ഒരു ബ്രേക്ക് വരാതെ ഒരു ലേറ്റർ ഏജിൽ പ്രഗ്നൻസിക്ക് വേണ്ടി അവർ ട്രൈ ചെയ്യുമ്പോൾ ഈ ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതൊരു ട്രെൻഡിങ് ആയിട്ട്, ഒരു അപ്കമ്മിങ് ആയിട്ട് വരുന്ന, അത് ഒരുപാട് യൂട്ടിലിറ്റി ഉള്ള ഒരു ഫെസിലിറ്റിയാണ്. അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ.